ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ സാധ്യമാകുമോ എന്നുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ നെയിം റിപ്പീറ്റായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് കാർഡ് തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് വന്നത് കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ അല്ലെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊരു എസ് കാർഡാണ്. അപ്പം ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്, അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയുമായി, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ എന്തായാലും പോസിബിൾ ആകും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ തന്ന ആ ഒരു ഫസ്റ്റ് കാർഡെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണുന്നത് 9 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ വളരെയധികം വിഷമത്തിലായിരുന്നു ഇത്രയും കാലം. ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയ നാൾ മുതൽ നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ വേണമെങ്കിൽ പോയിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ആവാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിൽ ഈ ഒരു വ്യക്തി വരുന്നുണ്ടായിരിക്കാം. അപ്പം ആ ഒരു വ്യക്തി സ്വപ്നത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ഹെഡേക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ആകെ മൊത്തം ഒരു സ്ട്രെസ്സാണ്, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനുമാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നതെന്നാണ്, അതായത് വളരെയധികം തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു പേഴ്സണുമായിട്ട് ശരിക്കും നിങ്ങളൊരു റീയൂണിയനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ അത്രയും ഈ ഒരു വ്യക്തി പോയതിന് ശേഷം അത്രയും അനുഭവിച്ച് കഴിഞ്ഞു. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ എന്ത് കാര്യത്തിനും കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം. അപ്പം ആ ഒരു വ്യക്തിയുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയ അന്ന് തൊട്ട് നിങ്ങൾക്ക് ശരിക്കും ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. എപ്പോഴും വളരെയധികം സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ആയിട്ട് കഴിയുകയായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ എസ് എന്നാണ്. ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ലൈഫിൻ്റെ അടുത്ത ഒരു ചാപ്റ്റർ തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ആ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുമ്പോഴും നിങ്ങൾ വളരെ കാലമായിട്ട് ഈ ഒരു പേഴ്സണെയും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയായിരിക്കാം. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ തന്നെ നിങ്ങൾ കഴിയുകയായിരിക്കാം. നിങ്ങൾ തീർത്തും ഒരു ഐസൊലേഷനിൽ കഴിയുകയായിരിക്കാം. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളുടെ ചുറ്റും സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സന്തോഷിക്കാൻ അവസരങ്ങളുണ്ടെങ്കിൽ പോലും, പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ അത്രമേൽ വിശ്വസിച്ച ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് വളരെയധികം ഒരു ചീറ്റിംഗ് നേരിട്ടിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തത്. അല്ലെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ല ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ചീറ്റിംഗ് നേരിടുമെന്ന്. അപ്പം വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റാണ് ഈ ഒരു വ്യക്തി ബ്രേക്ക് ചെയ്തിട്ട് പോയേക്കുന്നത്. അതായത് അവരിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം ആണ്
ആ ഒരു വ്യക്തി ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ പോയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ അത്രമേൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിട്ട് കാണുന്നു. കാരണം നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ ചതിച്ച ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇവിടെ ഒരു വിശ്വാസവഞ്ചന എന്തായാലും കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ വിഷമങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര വേദന തന്ന പേഴ്സണാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പക്ഷേ ആ ഒരു പേഴ്സണെ മറക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ അത്രയധികം ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തിനേക്കാളും കൂടുതൽ ആ ഒരു സ്നേഹം കൊടുത്തത് ഈ ഒരു വ്യക്തിക്കായിരിക്കാം. ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തി കടന്നു കളഞ്ഞൊരവസ്ഥ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ ഒരു വിശ്വാസവഞ്ചന നടന്നു എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് എനർജിയാണ് കേട്ടോ. ഇത് നമ്മൾ നോക്കിയത് നിങ്ങളുടെ ഇപ്പോഴത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ. ഇനി നിങ്ങളുടെ സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻ കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ, അതായത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ വാക്കുകളാൽ ഒരുപാട് മുറിവേൽപ്പിച്ച സാഹചര്യവും കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച് കളിച്ച സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. അപ്പം എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിച്ച സാഹചര്യം ഇവിടെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ എന്തിനും സപ്പോർട്ട് ചെയ്ത പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷേ റിലേഷൻഷിപ്പ് കുറച്ച് കഴിഞ്ഞ്, അതായത് നിങ്ങൾ കുറച്ച് സ്നേഹിച്ചൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു മിഡിലൊക്കെ എത്തിയ സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കാനിടയായത്. കാരണം ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടമെല്ലാം തന്നെ ഒരു ടോക്സിക് ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ആൻസർ തരാതെ ഈ ഒരു പേഴ്സൺ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല. അപ്പം എന്തിനും നിങ്ങളോട് വഴക്കടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും ഈ ഒരു വ്യക്തി മാറിയിട്ടുണ്ടായിരിക്കാം. പല കാര്യങ്ങളും നിങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതെല്ലാം നിങ്ങൾ ചോദ്യം ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. അപ്പം ആ ഒരു സിറ്റുവേഷൻ എല്ലാം ഇവിടെ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങളെ ബ്ലെയിം ചെയ്ത സിറ്റുവേഷൻ ഇവിടെ വളരെയധികം കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വളരെയധികം തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സമയം. നിങ്ങളുടെ ആദ്യത്തെ എനിക്ക് എനർജി കിട്ടിയത് 9 of Swords. നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റിനെ ഓർത്ത് നിങ്ങൾ വളരെയധികം വേദനിക്കുന്ന ഒരാളുടെ എനർജിയാണ്. നിങ്ങൾക്ക് അത്രയധികം നിങ്ങൾക്ക് വേദനകൾ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. വളരെയധികം അഹങ്കാരമുള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. തന്നിഷ്ടക്കാരനായ ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചോണം, അല്ലെ ആ ഒരു വ്യക്തി പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സണാണ്. മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളെ എന്തിനും ഈ ഒരു വ്യക്തി കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ ഇഷ്ടങ്ങളും ലൈഫിൽ ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. ഈ വ്യക്തിയുടെ ക്യാരക്ടർ അനുസരിച്ച് ഈ ഒരു വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും, ഇനി നിങ്ങൾ തെളിവുകൾ നിരത്തിയെന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ സമ്മതിച്ചു തരുന്ന കൂട്ടത്തിലല്ല. ആ ഒരു വ്യക്തിയുടെ എനർജി അങ്ങനെയാണ്.
ചിലരുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മൾ എത്ര തെളിവുകൾ കൊണ്ട് നിരത്തിയെന്ന് പറഞ്ഞാലും അവരത് സമ്മതിച്ചു തരത്തില്ല. കാരണം അവർ ചെയ്യുന്നതാണ് ശരി, അല്ലെ അവർ അത്തരക്കാരല്ല എന്നുള്ള രീതിയിൽ തിരിച്ച് നമുക്കെതിരെ ആഞ്ഞടിക്കും. അങ്ങനത്തെ ആളുകളുമുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് തെറ്റുകളൊക്കെ ഈ ഒരു വ്യക്തിയുടെ ചൂണ്ടിക്കാണിച്ച സമയത്ത് നിങ്ങളെ കുറ്റക്കാരിയോ ഒക്കെ ആക്കി കാണുമായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതായത് നിങ്ങളുടെ തലയിൽ എല്ലാ തെറ്റുകളും അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. വേറൊരു ഡെക്കിൽ നിന്നും കൂടി കുറച്ച് കാർഡ്സ് എടുക്കട്ടെ. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്? ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി, അതായത് അല്ലെങ്കിൽ തേർഡ് പാർട്ടികളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ആ ഒരു നിങ്ങളിലേക്ക് വരുന്ന സാഹചര്യം, അതായത് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നതൊന്നും അവർ തടഞ്ഞിരുന്നു. ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സണെ വഴിതിരിച്ചു വിടുന്ന ഒരു എനർജിയാണിത്. അപ്പം ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ ആ ഒരു കുറ്റവും കുറവുകളും എല്ലാം നിരത്തിയ ഒരു സിറ്റുവേഷൻ കാണുമായിരിക്കും. അപ്പോൾ അത് കാരണം അവരുടേതായിട്ടുള്ള ആ ഒരു വഴിയിലേക്ക് അവർ ഈ ഒരു പേഴ്സണെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. അപ്പം ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളത് എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പൂർണ്ണമായി അടുക്കുന്നതോ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതോ ഒന്നും ഈ ഒരു തേർഡ് പാർട്ടികൾക്ക് ഇഷ്ടമല്ലായിരിക്കാം. അത് നിങ്ങളുടെ സാഹചര്യമായിട്ട് കണക്ട് ചെയ്തെടുക്കാം. ചിലപ്പോൾ ചിലവരുടെ കേസിൽ ചില വ്യക്തിയായിരിക്കാം, ചിലവരുടെ കേസിൽ വ്യക്തികളായിരിക്കാം. അപ്പം ഈ ഒരു പേഴ്സണെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ആ ഒരു വ്യക്തികൾ കണ്ണു കെട്ടിക്കൊണ്ടുപോകണം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് ശരിക്കുമുള്ള വഴി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് ധാരണയില്ല. കാരണം ഇവർ ഓരോന്ന് നെഗറ്റീവ്സ് എല്ലാം ഈ ഒരു പേഴ്സണ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ശരിക്കുമുള്ള വഴി ഈ ഒരു പേഴ്സണ് കാണാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെ വഴിതിരിച്ചു വിട്ട ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾ അവസാന സമയം വരെ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ, അതായത് നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷന് മുന്നേ വരെ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിലനിന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾക്കിത് ഏത് വിധേനയും ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു. കാരണം നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് എക്സ്റ്റേണൽ എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് ശ്രമിച്ചപ്പോഴും നിങ്ങൾ അതിനെയെല്ലാം പ്രതിരോധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ അവസാനം തോറ്റുപോയൊരവസ്ഥയാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തു ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ, അതായത് ഒരു നിധി കാക്കും പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം ആ ഒരു നിധി എനിക്ക് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. എന്തു തന്നെ സാഹചര്യം വന്നാലും, അതായത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യം വന്നാലും ഈ ഒരു നിധി ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അത്രയധികം പ്രിയപ്പെട്ടതായിട്ട് കണ്ട ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു നിധിയെ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. മറ്റാർക്കും കൊടുക്കുകയില്ല ഞാൻ, ഇത് എൻ്റെ സ്വന്തമാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നഷ്ടപ്പെടരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു.
ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് കേട്ടോ. കാരണം ഇത്രയധികം സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിരുന്നു. കാരണം നിങ്ങൾ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് കൊണ്ട്, മനഃശക്തി കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം നിലകൊണ്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആ ഒരു സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പതറാതെ പിടിച്ചു നിന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു. അതിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. കാരണം അത്രയും നാൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും എല്ലാം ഈ ഒരു പേഴ്സൺ അറിയാം. അപ്പം ഈ ഒരു പേഴ്സൻ്റെ സ്ട്രെങ്ത് നിങ്ങളാണെന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ നിന്ന് പറഞ്ഞ വ്യക്തിയുടെ എനർജി നോക്കുന്ന സമയത്ത് എംപ്രസ് എന്ന് പറഞ്ഞ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ വളരെയധികം സ്നേഹമുള്ളവരും കരുതലുള്ളവരും തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ സ്നേഹിക്കുന്നവരുമാണെന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വാക്ക് കേട്ടാൽ പോലും ഈ ഒരു പേഴ്സൺ ആശ്വാസം കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങളൊരു ഹീലറായിരിക്കാം. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെ അവരെ ഒരു കൊച്ചു കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അത്രയധികം കെയറും സ്നേഹവും ഒക്കെ ഉള്ള വ്യക്തിയാണെന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയും അത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ, അത് എങ്ങനത്തെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു കരുതലും സ്നേഹവുമാണ് ആ ഒരു വ്യക്തിക്ക് മിസ്സാവുന്നത്. അതാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നല്ലോ ഞാൻ പറഞ്ഞതുപോലെ. കാരണം നിങ്ങൾ അത്രയേറെ സ്നേഹിച്ച വ്യക്തിയിൽ നിന്ന് തന്നെ ഒരു ചീറ്റിംഗ് നേരിട്ടു. കാരണം ആ ഒരു പേഴ്സണെ ഒരു കൊച്ചു കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ, അതായത് അത്രയധികം കെയർഫുള്ളായിട്ട് നിങ്ങൾ കൊണ്ട് നടന്നിട്ട് പോലും ഈ ഒരു പേഴ്സൺ അവസാന സമയത്ത് നിങ്ങളെ തിരിഞ്ഞു കുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതേ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഇത്രയധികം ചതി എനിക്ക് നേരിടുമെന്ന്. പക്ഷെ ആ ഒരു ചതി അല്ലെ ആ ഒരു വിശ്വാസവഞ്ചന നിങ്ങൾക്ക് വളരെയധികം മുറിവുകൾ നിങ്ങളുടെ സോളിനുണ്ടാക്കി എന്നുള്ളത് വളരെയധികം കാണുന്നു. കാരണം ഇപ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴും ഹീലിങ്ങിലാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഹീലാവാൻ സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നിനും സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഏത് സമയത്തും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. കാരണം ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോഴായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് യാത്ര പോകുമ്പോഴായിരിക്കാം, ആ ഒരു പേഴ്സണുമായിട്ട് ഒന്നിച്ചു പോയിരുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടേതുപോലെയുള്ള പേര് കേൾക്കുമ്പോഴായിരിക്കാം. എല്ലാം തന്നെ നിങ്ങൾ ആ ഒരു പാസ്റ്റ് എനർജിയിൽ തന്നെ വളരെയധികം സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നീറ്റൽ പോലെ, അല്ലെങ്കിൽ ഒരു തീക്കനലിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ തീ ആളിക്കത്തത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഓർമ്മകളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പം നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ആ ഒരു പെയിൻ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ പൊട്ടിക്കരയുന്ന വരെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങൾ ഇതുവരെയും റിക്കവർ ആയിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് അത്രയധികം ഒരു ചീറ്റിംഗ് ആണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് നേരിട്ടേക്കുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ മറ്റു വ്യക്തികളെ വിശ്വസിച്ചു, അല്ലെ മറ്റു വ്യക്തികളുടെ വാക്കുകൾ കേട്ടു, അങ്ങനെ മാറിപ്പോയൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന്. അപ്പം മറ്റുള്ളവർ അവരുടേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ ഒരു വ്യക്തിയെ വഴിതിരിച്ചു വിട്ട ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അന്ന് ആ ഒരു വ്യക്തി അവരുടെ വാക്കുകൾക്കാണ് വില കൽപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ചതിച്ചിട്ട് പോയൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു ഹാപ്പി ലൈഫാണ്.
അതാണ് നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ തൊട്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു ജീവിതം എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കംഫർട്ട് സോണായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി കൂടെ ഉള്ളപ്പോൾ വളരെയധികം സന്തോഷം തന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് പോകെ പോകെ ഒരു ടോക്സിക് ലെവലിലേക്ക് മാറിയിട്ടുള്ളതായിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു തുടക്കത്തിലൊക്കെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു ആത്മാർത്ഥ ബന്ധം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഏതായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു ഹാപ്പി ലൈഫാണ്. അതുപോലെ തന്നെ നിങ്ങൾ എത്രയാണോ സ്നേഹം കൊടുക്കുന്നത് അതേ അളവിൽ തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതാണ് കാണുന്നത്. കാരണം ഇത്രയും കാലം നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളത്. അപ്പം വളരെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. എന്തോ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണിത് കേട്ടോ. മേ ബി എന്തെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു എനർജി ഒന്നും ചെക്ക് ചെയ്തില്ല. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനാണ് ഞാൻ നോക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിയൂണിയൻ പോസിബിൾ ആണെന്ന് നമ്മൾ ഫസ്റ്റ് കാർഡിൽ തന്നെ കണ്ടു. അപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ സ്റ്റോറിയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സാഹചര്യമാണ് നോക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം സങ്കടത്തിലുമാണ്. മേ ബി നിങ്ങളെ ഓർത്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത മിസ്റ്റേക്കിൻ്റെ ആയിരിക്കാം. ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് അതെല്ലാം ഓർത്ത് ഈ ഒരു വ്യക്തി വളരെയധികം ദുഃഖിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ വിഷ് എന്ന് പറയുന്നത് നിങ്ങളുമൊത്തുള്ള ഒരു റീയൂണിയനാണ്. ഞാൻ ആദ്യമേ ഫസ്റ്റ് കാർഡ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പം അത് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പം അതായത് നിങ്ങളുമൊത്തുള്ളൊരു പുതിയ തുടക്കമാണ് ആ ഒരു പേഴ്സണെ മനസ്സിലുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജി കേട്ടോ. അപ്പം വളരെ കാലമായിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ വരവും കാത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ എന്തായാലും ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. കാരണം ഈ ഒരു പേഴ്സണും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു നിങ്ങളിലേക്ക് മടങ്ങി വരാൻ, അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ചാപ്റ്റർ, ലൈഫിൻ്റെ അടുത്തൊരു ചാപ്റ്റർ നിങ്ങളുമായിട്ട് തുടങ്ങാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ പേഴ്സൺ ആണെങ്കിലും ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുതലും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും സ്ട്രെങ്തും എല്ലാം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി അവർ പോയ സാഹചര്യം ആ ഒരു വ്യക്തിക്ക് തിരിച്ചടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുമൊത്തൊരു പുതിയ ചാപ്റ്റർ, ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ. സോൾ മെസ്സേജ് നമുക്ക് നോക്കാം. എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. വളരെയധികം പോസിറ്റീവാണ്. ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വായിക്കാം കേട്ടോ. റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി ഒന്ന് എടുക്കട്ടെ. The Sun,
ദ ബെൽറ്റ്, 5 of swords, ace of cups. ബോട്ടം എനർജി 10 of wands ആണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജിലേക്കും റിലേഷൻഷിപ്പ് ഗൈഡൻസിലേക്കും കടക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് ആദ്യമേ നോക്കുന്നത്. നീയുമായി ഞാനൊരു സന്തോഷമുള്ള ലൈഫ് ആഗ്രഹിക്കുന്നു. എനിക്ക് സമാധാനം, സ്നേഹം, നല്ലൊരു ഭാവി വേണം. ഞാൻ ഈ സമയം അതെല്ലാം ചിന്തിക്കാൻ സമയം കണ്ടെത്തുന്നു. ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഞാൻ വളരെയധികം ആവേശത്തിലാണ്. നിന്നിലേക്ക് എനിക്ക് ശക്തമായ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ്. നമ്മുടെ ബന്ധത്തിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ വലിയൊരു തിരിച്ചറിവിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. പാസ്റ്റിൻ്റെ മിസ്റ്റേക്ക് എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ പഴയ സ്നേഹവും സന്തോഷവും തിരികെ വരാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നു. കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾ ഈ ബന്ധത്തിൻ്റെ ഒരു സുപ്രധാന ഘട്ടത്തിലെത്തി നിൽക്കുന്നുണ്ടാവാം. എന്നിരുന്നാലും നിങ്ങളുടെ ബന്ധത്തിലെ ചില പൊരുത്തക്കേടുകളും തെറ്റിദ്ധാരണകളും നിങ്ങൾ കരുതിയിരിക്കണം. അത് നിങ്ങളുടെ ബന്ധത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. പകരം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുമായി ഒരു പുതിയ തുടക്കത്തിന് അവസരമുള്ളതായിട്ട് കാണുന്നു. പരസ്പരം ഹീലാകുന്നത് വഴിയും റിലേഷൻഷിപ്പിൽ ഒരു സുതാര്യത കൊണ്ടുവരുന്നത് വഴിയും ഈ ബന്ധത്തിലേക്ക് പ്രണയം വീണ്ടും ഒഴുകിയെത്തും എന്നുള്ളതാണ് കാണുന്നത്. അതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്.